ഇന്നതേ നമ്മുടെ വീട്ടിലുള്ള ചീര ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ കുറേ അധികം ചീരകൾ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റെഡ് റോസ് എനത്തിപ്പെട്ട ചീരയാണ് കേട്ടോ. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാനായിട്ട് പോവുകയാണ്. ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തല്ല എടുക്കാൻ പോകുന്നത്, പിഴുതെടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ ഒരൊറ്റ ഗ്രോ ബാഗിനുള്ളിലുള്ള ചീര മാത്രമാണ് എടുക്കാൻ പോകുന്നത്. അത് മതിയാവും നമുക്ക്. നന്നായിട്ട് വേര് പിടിച്ചിരിക്കുവാണ് കേട്ടോ. നമുക്ക് എംസാൻഡിൽ നട്ടുകൊണ്ട് തന്നെ മണ്ണിലിങ്ങനെ തട്ടിക്കളയാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ വേര് വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇനിയും നമ്മൾ മണ്ണൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വലുതാവും. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചസ് എല്ലാം നല്ല വലുതായി വരും കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒരെണ്ണത്തിനുള്ളിലുള്ളത് മാത്രമാണ് എടുക്കുന്നത്. എടുക്കട്ടെ. ചോടിങ്ങനെ ഉറച്ചിരിക്കുവാണ് കേട്ടോ. എല്ലായിടത്തേക്കും വേരൊക്കെ പോയിട്ട് നന്നായിട്ടിരിക്കുവാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത്രയും ചീര കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ദിവസത്തേക്കുള്ള കറിക്ക് ഇത് മതി കേട്ടോ. അത്രയും നല്ല വലിപ്പമുള്ള ചീരയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പിഴുതെടുത്തിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.